ഒരു കേസരി ആയാലോ? ഇന്ന് നമുക്ക് കേസരി ഉണ്ടാക്കാം. അതിന് ഞാൻ പറയണ ഈ അളവിൽ ഉണ്ടാക്കിയ ഒരാൾക്കും തെറ്റ് വരില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേസരി. എല്ലാ സ്വീറ്റിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കേസരിയാണ്. അപ്പോൾ നമുക്ക് കേസരി ഉണ്ടാക്കാനുള്ളതിൻ്റെ അളവ് പറഞ്ഞു തരാം. ഇതിപ്പോൾ 1 കപ്പ് റവ, വറുത്ത റവയാണ്. 1 കപ്പ് പഞ്ചസാര, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇത് ഫുഡ് കളർ ചോപ്പ് കേട്ടോ. ചോപ്പ് പറഞ്ഞതിൽ ലൈറ്റ് ഓറഞ്ച് കളറാണ് അവർ. പിന്നെ വെള്ളം, ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ അളവിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏത് അളവിൽ റവ എടുക്കണോ ആ അളവിൽ 1 കപ്പ് ശരിക്ക്, ഏത് 1 കപ്പാണെങ്കിൽ 1 കപ്പ് ഏത് അളവാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ 1 കപ്പ് റവയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര. പിന്നെ മധുരം കുറച്ച് വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാം. അത് അവരവരുടെ ഇഷ്ടം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ റവ എടുക്കണ കപ്പിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് കറക്റ്റായിട്ടുള്ളത്. അതിൻ്റെ അപ്പുറം വേണ്ട. കറക്റ്റ് 3 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ ഈ 1 കപ്പ് റവയുടെ കേസരി നല്ല പളുങ്ക് മാതിരി അസലായിട്ട് വരും. അത് ഞാൻ ഇനി ഉണ്ടാക്കണത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത്, ഞാൻ 1 കപ്പ് റവ നന്നായിട്ട് 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1-2 സ്പൂണ് നെയ്യ് ഒഴിക്കാം, ഒരു കുഴപ്പമില്ല. അതിലൊന്ന് നന്നായി വറുത്തെടുക്കണം. ആ വറുത്തതിൻ്റെ നമ്മുടെ ടേസ്റ്റ് നമ്മൾ ലാസ്റ്റ് കേസരി കഴിക്കുമ്പോഴാണ് അത് നമ്മുടെ നാവിൽ നല്ല ടേസ്റ്റി ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതിൽ ആ വറവ് കറക്റ്റായിരിക്കണം. 1 കപ്പ് റവ ഞാൻ ഇട്ടു. അതിനൊന്ന് സിമ്മിലിട്ടാൽ മതി, ഒരുപാട് ഫ്ലെയിം വേണ്ട. ആ വറുത്തെടുക്കണം. അപ്പോൾ എല്ലാവരും പച്ചറവ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി റവ ഇട്ടിട്ടൊക്കെയാണ് കേസരി ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന റവയിൽ ഇനി ഒന്നും കൂടെ അതിൻ്റെ ഒരു വാസന വരും. കളറ് മാറാനും പാടില്ല. പക്ഷെ നെയ്യിൽ വറുത്ത ആ റവയുടെ നല്ല മണം വരും. അതുവരെയ്ക്കും ഒന്ന് വറുക്കണം. കളറ് മാറരുത്. പക്ഷെ ആ റവ ഒന്ന് ആ നെയ്യിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവണം. അത് നമ്മൾ ലാസ്റ്റ് കേസരിയൊക്കെ റെഡിയായ ശേഷം കഴിക്കുമല്ലോ. ആ കഴിക്കുമ്പോൾ ചെറിയ തെരിയായിട്ടുണ്ടാവും. അത് നല്ല സ്വാദാണ് കഴിക്കാൻ. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ റവ തനിച്ചൊരു പാത്രത്തിലാക്കട്ടെ. ഇപ്പം ഞാനിതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ 3 കപ്പ് ആ റവ എടുത്ത ആ കപ്പിൻ്റെ അളവിലുള്ള 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റവ ഇടും. റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കട്ട കുത്തില്ല. നമ്മൾ നെയ്യിൽ റവ റോസ്റ്റ് ചെയ്ത കാരണം കട്ട കുത്താൻ ചാൻസ് ഇല്ല. പക്ഷെ കുറച്ച് അടുപ്പ് സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി ആ റവ ഒന്ന് വെന്ത് വരണം. ആ വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി പെട്ടെന്ന് ആവുമല്ലോ. ഇതാ കണ്ടോ, സിമ്മിലിട്ടു. റവ വറുത്ത് കറക്റ്റായിട്ട് ആ വെള്ളം ഡ്രൈ ആവണം. ആ സമയത്താണ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അടുപ്പ് ഓഫ് ചെയ്യുക. അതിനുള്ളിൽ നമുക്ക് ആ കുറച്ച് കളറുണ്ട്, ആ കളറ് കൂടെ ഇതിൽ ആഡ് ചെയ്യുക. റവയുടെ കളർ ആഡ് ചെയ്തു. കണ്ടോ, റവ തിളച്ചിട്ട് ഒന്ന് ടൈറ്റാകും. ഈ ടൈറ്റ് ആകുന്ന സമയത്താണ് നമ്മൾ പഞ്ചസാര ഇടേണ്ടത്. നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ ഇത് കഴിഞ്ഞിട്ടിട്ടാലും മതി. പഞ്ചസാര ഇട്ടാൽ റവ അങ്ങനെ ഇതാവും, എന്താ പറയുക, വെള്ളമാവും. അപ്പോൾ ഈ ടൈറ്റായി നിൽക്കണ്ടല്ലോ. ഇതാ 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. നോക്കിക്കോളൂ, എന്താ വെച്ചാൽ വരാൻ പോണത് കണ്ടോ. അങ്ങനെ റവ വെള്ളമായില്ലേ. ഇനിയിപ്പോൾ ആ റവ വേവില്ല. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പാകത്തിന് മധുരമാവും. ഒരളവും തെറ്റിക്കണ്ട. ഏത് അളവിൽ റവ എടുക്കണോ ആ അളവിൽ
പഞ്ചസാരയും ചേർത്താൽ മതി. അതിൽ പഞ്ചസാര അധികം വേണമെന്നുള്ളവർ ഒരു 1/4 കപ്പ് പഞ്ചസാരയോ എത്ര വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അത് ആഡ് ചെയ്യുക. ഇനി ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടുക. അതൊന്ന് തിളച്ചിതാവണം. അതിൽ ഇനി അതിലേക്ക് നെയ്യ് ഒഴിക്കണം. മധുരം ഒന്ന് നോക്കട്ടെ. മധുരമുണ്ട്. ചില പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. ചിലതിന് നല്ല കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അതങ്ങനെ ഒന്ന് വഴറ്റും. ഞാനിപ്പോൾ ഇതാ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിക്കോട്ടെ. നെയ്യൊക്കെ ഓരോരുടെ ഇഷ്ടം കേട്ടോ. നെയ്യ് കൂടിയാലും അത് സ്വാദ് കൂടും, അത് വേറെ കാര്യം. പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർ അധികം നെയ്യ് ഇടണമെന്നില്ല. പക്ഷെ സ്വാദ് വരണമെങ്കിൽ നെയ്യ് വേണം. നെയ്യിൻ്റെയും പഞ്ചസാരയുടെയും റവ വറുത്തതിൻ്റെയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതിൻ്റെയൊക്കെ കൂടെ മണം രസമായിട്ട് കണ്ടപ്പോൾ റവ തരിതരിങ്ങനെ നിൽക്കണുണ്ടോ? ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടുക. ഇത് പണിയൊന്നുമില്ല, കഴിഞ്ഞു. ഇനി അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇതാ ഇനി അടച്ച് വെച്ചിട്ട് നന്നായി തിളച്ചില്ലേ മതി. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മളെടുത്ത് പാത്രത്തിലാക്കാം. അപ്പോൾ ആ റവ ഒന്ന് ഇരുന്ന് റെഡി സെറ്റാവും. ഇനി ഒന്നും ചെയ്യേണ്ട. നെയ്യ് വേണ്ടവർ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്തോളൂ. ഓക്കേ, യെസ്, റെഡി. അങ്ങനെ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. ഈ പറഞ്ഞമാതിരി തന്നെ എല്ലാം അതേ അളവിൽ എടുത്ത് എല്ലാവരും ചെയ്യുക. താങ്ക് യു കേട്ടോ.